അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് റവ പുട്ട് ഉണ്ടാക്കി നോക്കാം. അതിനാവശ്യമായ റവ എടുക്കുക. പച്ചവെള്ളം എടുത്തിട്ട് അതിലോട്ട് ഉപ്പിട്ട് കലക്കിയതാണ്. റവയിലോട്ടാണെങ്കിൽ ഉപ്പിട്ട് എടുക്കാം. ഞാൻ വെള്ളത്തിലാണ് ഉപ്പിട്ടെടുത്തത്. ആ വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത് കുഴച്ച് കൊടുക്കുക. ഈ പരുവത്തിൽ കുഴച്ചെടുക്കുക. ഇത് നമ്മൾ കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ ഒന്നും കൂടി ഡ്രൈ ആയി വരും. ഇത് ഇങ്ങനെ കുഴച്ച് കഴിയുമ്പോൾ മൂടി വെച്ച് 5 മിനിറ്റ് മാറ്റി വെക്കുക. നമുക്ക് റവ നോക്കാം. ഇതിപ്പോൾ ഇനി വെള്ളമൊഴിച്ച് കുഴക്കണമെന്നില്ല. നല്ല ഇതിൽ തന്നെ വന്നിട്ടുണ്ട്. നനഞ്ഞൊക്കെ ഇരിപ്പുണ്ട്. ഇനി നിങ്ങളെടുക്കുമ്പോൾ ഉണങ്ങിയ വരുന്നതെങ്കിൽ കുറച്ചും കൂടി വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കുക. വെള്ളം അധികം ആകാനും പാടില്ല. അധികമായാൽ പിന്നെ നമുക്കിങ്ങനെ ഇതായി വിട്ട് കിട്ടില്ല. കട്ട പോലെ ആയിപ്പോവും. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ കുക്കറിൽ ചിരട്ടപ്പുട്ട് പോലെയാണ് ഉണ്ടാക്കുന്നത്. പുട്ടുവടത്തിലും ഉണ്ടാക്കിയെടുക്കാം. ചിരട്ടപ്പുട്ടിൽ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ വിസിൽ നമ്മുടെ വെയിറ്റ് വെക്കണ ഭാഗം കരടൊന്നും ഇല്ലെന്ന് നോക്കിയിട്ട് വേണം വെക്കാൻ. ഒന്ന് ഊതിയൊക്കെ കൊടുക്കുക, അല്ലെങ്കിൽ പ്രഷർ കൂടി കുക്കർ പൊട്ടിത്തെറിക്കും. എനിക്കൊരു വട്ടം അങ്ങനെ വന്നിട്ടുണ്ട്, അതാണ് പറഞ്ഞത്. ഇതിൽ കൂടെ നല്ലപോലെ ആവി വന്നതിന് ശേഷം ഇത് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. ആവി വന്നതിന് ശേഷം ഫ്ലെയിം കുറച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇത് പെട്ടെന്ന് തന്നെ ആകും. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫാക്കണം. സ്റ്റൗ നിർത്തിയിട്ട് വേണം. ഇതിൻ്റെ ഫുൾ ആവി പോയി കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ വെച്ച് കഴിയുമ്പോൾ ആവി വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫാക്കിയാലും ഇത് വെന്ത് കിട്ടിക്കോളും. ഇപ്പം നമ്മുടെ റവ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് എളുപ്പത്തിൽ പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാം. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.